കോയമ്പത്തൂരിലെ പെരുനായ്ക്കൻ പാളയത്ത് കൂട്ടം തെറ്റിയ ആനക്കുട്ടിയെ അമ്മയുടെ അടുത്തേക്ക് തിരികെ എത്തിക്കുന്ന മനോഹര ദൃശ്യങ്ങൾ. 3 മുതൽ 5 വയസ്സ് വരെ പ്രായം വരുന്ന ആനക്കുട്ടിയാണ് കഴിഞ്ഞ ദിവസം കൂട്ടം തെറ്റിയത്. സൂര്യ പാത്ത് வந்துரு പൂജാലക്ഷ്മി ഉണ്ട് കൂടെ. ഗുഡ് മോർണിംഗ് പൂജ. സാധാരണ ഇങ്ങനെ കൂട്ടം തെറ്റിയാൽ ഈ കൂട്ടത്തിലുള്ള പെണ്ണാനകൾ, അമ്മയടക്കമുള്ള പെണ്ണാനകൾ വളരെ നേരം കാത്തു നിൽക്കുകയും ചെറിയ അപകടത്തിലൊക്കെ പെട്ട അവരെ രക്ഷിച്ചു കൊണ്ടുപോകാൻ എല്ലാ ശ്രമങ്ങളും നടത്തുകയും ഒക്കെ ചെയ്യും. അപ്പോൾ ഈ സംഭവത്തിൽ അങ്ങനെ തന്നെ ഈ പെണ്ണാനകളൊക്കെ കാത്തു നിന്നായിരുന്നോ? ഗുഡ് മോർണിംഗ് മോദി. എന്തായാലും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യമാണ് പറയാൻ പോകുന്നത്. ആദ്യം തന്നെ പറയട്ടെ, നമ്മുടെ തമിഴ്നാട് വനം വകുപ്പിന്റെ ഇങ്ങനെയുള്ള ദൗത്യവുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് വാർത്തകൾ തുടരെ വരുന്നുണ്ട്. ഈ സംഭവത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യം അവർക്കൊരു വലിയ കയ്യടി കൊടുക്കാം. കാരണം അത് അവരുടെ ജോലിയാണ് എങ്കിൽ കൂടിയും നിരവധി സംഭവങ്ങൾ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള രക്ഷാദൗത്യമൊക്കെ ഒരുപാട് അവരുടെ തമിഴ്നാട് വനം വകുപ്പിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നുണ്ട്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇതെന്ന് പറയും. ഈ സംഭവം എന്താണെന്ന് വെച്ചാൽ, പാളയം ആ പ്രദേശത്താണ് കൂട്ടം തെറ്റി ആനക്കുട്ടിയെ വനവകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ കണ്ടെത്തുന്നത്. അങ്ങനെ കണ്ടെത്തിയതോടുകൂടി പെട്ടെന്ന് തന്നെ ആനമലൈ ടൈഗർ റിസർവിലെ അവിടുത്തെ ട്രാക്കിംഗ് ടീമിനെ വിവരം അറിയിക്കുകയും അവരെത്തി ഈ ആനക്കുട്ടിയെ അമ്മയാനയോടൊപ്പം അല്ലെങ്കിൽ ആ കൂട്ടത്തോടൊപ്പം എത്തിക്കാനുള്ള ദൗത്യം ഏറ്റെടുക്കുകയുമാണ് ചെയ്തത്. അതിനിടയിൽ തന്നെ ചില സ്റ്റിൽസ് അല്ലെങ്കിൽ ആ വീഡിയോയിൽ നിന്ന് കാണാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിരവധി ചിത്രങ്ങളൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. എത്രത്തോളം കരുതലാണ് ആ ആനക്കുട്ടിക്ക്, അവർ ആ ദൗത്യത്തിനിടയിൽ പോലും ആ ആനക്കുട്ടിക്ക് നൽകുന്നത് എന്നുള്ള നിരവധി ചിത്രങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. ഈ ആനക്കുട്ടിയെ ആ സംഘത്തിനൊപ്പം അല്ലെങ്കിൽ ആ അമ്മയാനയ്ക്കൊപ്പം എത്തിക്കുന്നതിനിടയിൽ തന്നെ അതിന് കരിക്കിൻ വെള്ളം, ഗ്ലൂക്കോസ്, ലാക്ടോജൻ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളുമൊക്കെ നൽകുന്നുണ്ട്. ആ ആനക്കുട്ടിയെ കുളിപ്പിക്കുന്നതും അതിനെ കരുതലോടൊക്കെ നോക്കുന്നതും ഒക്കെ അതിൽ കാണാൻ സാധിക്കും. ഇന്നലെ ശനിയാഴ്ച രാവിലെയോട് കൂടിയാണ് ഈ ആനക്കുട്ടിയെ ഒറ്റപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നത്. അങ്ങനെ ഈ ദൗത്യം ആരംഭിക്കുകയും വൈകുന്നേരം 6 മണിയോട് കൂടി ഈ അമ്മയാനയോടൊപ്പം അല്ലെങ്കിൽ ആനക്കൂട്ടത്തോടൊപ്പം ഈ ആനക്കുട്ടിയെ എത്തിക്കാനും സാധിക്കുന്നുണ്ട്. ഇതാണ് ശരിക്കും സംഭവിച്ചത്. ഇത് മാത്രമല്ല, ഇതിന് തൊട്ട് മുൻപായിട്ട് ഒറ്റപ്പെട്ടു പോയ ഒരു ആനക്കുട്ടിയെ കണ്ടെത്തുകയും ഇതേ രീതിയിൽ തന്നെ പരിശ്രമിച്ച് ആനക്കൂട്ടത്തിനോടൊപ്പം ചേർക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ, ആ ആനക്കുട്ടിയുടെ അമ്മ മരിച്ചു പോയിരുന്നു. അപ്പോൾ ആ സംഘത്തോടൊപ്പം അതിനെ ചേർക്കുകയാണ്. പക്ഷേ ആനക്കുട്ടി അമ്മ മരിച്ചു പോയത് കൊണ്ട് തന്നെ തിരികെ എത്തുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അതിനെ പിന്നീട് മുതുമല റിസർവിലേക്ക് മാറ്റുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. മറ്റൊരു സംഭവം എന്ന് പറയുന്നത്, കഴിഞ്ഞ വെള്ളപ്പൊക്ക സമയത്ത് കഴിഞ്ഞ ഡിസംബറിൽ തമിഴ്നാട്ടിലൊരു ഓയിൽ ടാങ്ക് ചോരുകയും 800-ലായിരുന്നു ആ സംഭവം ഉണ്ടായത്. അതിൽ പെലിക്കണുകൾ അകപ്പെട്ടു പോവുകയും ആ 7 പെലിക്കണുകളെ എനിക്ക് തോന്നുന്നു 1 മാസം മുൻപാണ് അതിനെ പരിചരിച്ച് രക്ഷപ്പെടുത്തി പറത്തി അയക്കുന്നത്. അതിനെ രക്ഷപ്പെടുത്തി അയക്കുന്ന ഒരു വാർത്തയൊക്കെ നമ്മൾ ഇതേപോലെ തന്നെ വൈകുന്നേരത്തെ തത്സമയം റിപ്പോർട്ട് ചെയ്തതാണ്. ഇങ്ങനെ ഈ രീതിയിലുള്ള ഒരുപാട് പ്രവർത്തികൾ തമിഴ്നാട് വനം വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതും വലിയ പ്രത്യേകതയാണ്. അതിന്റെ ഒടുവിലത്തെ ഉദാഹരണമായി കൂടി ഇതിനെ കണക്കാക്കാം മോദി.